ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് റിപ്പോർട്ട്സുകളെ കുറിച്ചാണ്. ടേം റിപ്പോർട്ട് എന്ന ഒരു ടേം അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. റിപ്പോർട്ട് എന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് റിപ്പോർട്ട്സ് എന്ന ഇംഗ്ലീഷ് വേർഡ് ഉത്ഭവിച്ചിട്ടുള്ളത്. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എ ഫോമൽ പീസ് ഓഫ് റൈറ്റിംഗ്, അല്ലെങ്കിൽ സ്പോക്കണോ ആകാം, എഴുത്ത് മാത്രമല്ല, സംസാരത്തിലൂടെയും നമുക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഔപചാരികമായ ഒരു എഴുത്താണ്. എന്താണ് ആ എഴുത്തിൻ്റെ പ്രത്യേകത? ദാറ്റ് പ്രസൻസ് ഇൻഫർമേഷൻ അബൌട്ട് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ നടന്ന, കഴിഞ്ഞ കാലത്ത് നടന്ന ഏതെങ്കിലും ഒരു സംഭവങ്ങളെക്കുറിച്ച്, ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന എഴുത്ത്, ഔപചാരികമായ എഴുത്തുകളെയാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു ഇവന്റിനെ കുറിച്ച് വിവരങ്ങൾ കൈമാറുന്നതിനെയാണ്, ഔപചാരികമായ രീതിയിൽ വിവരങ്ങൾ കൈമാറുന്നതിനെയാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു റിപ്പോർട്ടിന്റെ നമുക്കൊക്കെ അറിയുന്ന ഒരു ഉദാഹരണമാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത 5 WH ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരമായിരിക്കണം റിപ്പോർട്ട് എന്നാണ് പറയാറുള്ളത്. അപ്പൊ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത 5 ക്വസ്റ്റ്യൻസ് അഥവാ who, what, when, where and why, how തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണമെന്നാണ്. നമ്മൾ ഒരു സാധാരണ ന്യൂസ് പേപ്പർ എടുക്കുന്നു, അതിൻ്റെ ഹെഡിങ് വായിച്ചാൽ, അതിനുശേഷമുള്ള താഴെയുള്ള റിപ്പോർട്ട് വായിച്ചാൽ എന്താണ് സംഭവം, എവിടെയാണ് നടന്നത്, എങ്ങനെയാണ് നടന്നത്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കംപ്ലീറ്റ് ആയി ആ ഒരു വാർത്തക്കകത്ത് ഉണ്ടാകണം. ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു റിപ്പോർട്ട് എന്ന് നമുക്ക് കാര്യമായി അതിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക്, ഇപ്പൊ പറഞ്ഞ WH ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ വളരെ വ്യക്തമായി, ഫാക്ച്വലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി, വളരെ കൃത്യമായി അതിനെ അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് റിപ്പോർട്ട് എന്ന് വിളിക്കാൻ പറ്റും. ഒരു റിപ്പോർട്ടിന്റെ പ്രത്യേകത, കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, റിപ്പോർട്ട് എപ്പോഴും ഫാക്ട്സുകൾ പറയുമെന്നതാണ്, യാഥാർത്ഥ്യങ്ങളെ, സത്യങ്ങളെ വിളിച്ചു പറയുമെന്നതാണ്. അതൊരു പക്ഷേ കേൾക്കാൻ രുചികരമായതോ രുചികരമല്ലാത്തതോ ആകാം. കേൾക്കാൻ രസമുള്ളതും രസമില്ലാത്തതുമായ സത്യങ്ങൾ ഉണ്ടാകും. ഒരു പക്ഷേ ചില ഫാക്റ്റുകൾ പറയുമ്പോൾ ഇവിടുത്തെ അധികാരി വർഗങ്ങൾക്ക്, ഭരണകൂടങ്ങൾക്ക് അത്ര രസിച്ചു കൊള്ളണമെന്നില്ല. അപ്പോഴും ഫാക്റ്റുകൾ, സത്യം തുറന്നു പറയുക എന്നതാണ് റിപ്പോർട്ടിന്റെ പ്രത്യേകത. ഒരു പക്ഷേ നമ്മൾ പറയുന്ന സത്യം, ചില സത്യങ്ങൾ പറയുന്നത് അത് ഭരണകൂടത്തിന് അനുകൂലമായിരിക്കും, എങ്കിലും അത് വിളിച്ചു പറയാൻ തയ്യാറാകണം. ഇങ്ങനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല ഒരു റിപ്പോർട്ട് ഫാക്റ്റുകളെ പറയണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഫാക്ട്സുകളെ പറയുക എന്നതാണ് റിപ്പോർട്ടിന്റെ പ്രത്യേകത. മറ്റൊന്ന്, റിപ്പോർട്ട് ഈസ് റിട്ടൺ വിത്ത് എ സ്പെസിഫിക് പേർപ്പസ്. ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് റിപ്പോർട്ട് എഴുതപ്പെടാറുള്ളത്. നോക്കൂ, പത്രമാധ്യമങ്ങളിൽ വരാറുള്ള ന്യൂസ് റിപ്പോർട്ടുകൾ എന്തിനാണത്? വാർത്തകൾ അറിയിക്കുക എന്ന ലക്ഷ്യത്തിൽ, വായിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അത് തയ്യാറാക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത, റിപ്പോർട്ട് ഗെറ്റ്സ് ക്രെഡിബിലിറ്റി വെൻ ഇറ്റ്സ് റിട്ടൺ ഫ്രം ഫസ്റ്റ് ഹാൻഡ് ഒബ്സർവേഷൻ. എപ്പോഴും റിപ്പോർട്ട് എഴുതപ്പെടേണ്ടത് ഫസ്റ്റ് ഹാൻഡ് ഒബ്സർവേഷനിൽ നിന്നാണ്. അഥവാ കണ്ടവർ അല്ലെങ്കിൽ കേട്ടവർ, ആ ഒരു സംഭവത്തിന് ദൃക്സാക്ഷികളായവർ, അവരാണ് വാർത്തകളെ അവതരിപ്പിക്കേണ്ടത്. നോക്കൂ, നമ്മുടെ ചാനലുകൾ, വാർത്താ മാധ്യമങ്ങൾ, അവരെല്ലാ സ്ഥലങ്ങളിലും അവരുടെ റിപ്പോർട്ടേഴ്സിനെ ജോലി എന്ന നിലക്ക് നിശ്ചയിക്കാറുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും മിക്ക ചാനലുകൾക്കും സ്റ്റാഫുകൾ അവർ നിയോഗിക്കാറുണ്ട്. എന്തിനാണത്? ഓരോ ജില്ലകളിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ പോയിട്ട് ആ സംഭവങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആ സ്ഥലത്ത് പോകാതെ ആരൊക്കെയോ പറയുന്നത് കേട്ടത് കൊണ്ട് മാത്രം അങ്ങനെ
പറയുന്നു, ചിലർ അങ്ങനെ പറയുന്നുണ്ട് എന്ന രൂപത്തിൽ റിപ്പോർട്ട് ചെയ്താൽ അതിന് സ്വീകാര്യത ലഭിക്കില്ല, വേണ്ടത്ര സ്വീകാര്യത ലഭിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്തത്, റിപ്പോർട്ട് എപ്പോഴും പ്രധാനപ്പെട്ട എസെൻഷ്യലായ ഇൻഫർമേഷനുകളെയാണ്, അത് പ്രധാനപ്പെട്ട വിവരങ്ങളെയാണ് ഒരു റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കേണ്ടത്. എന്ന് മാത്രമല്ല, റിപ്പോർട്ട് എപ്പോഴും ഒരു റെപ്പോസിറ്ററി ആയിട്ട്, അഥവാ വിവരങ്ങളുടെ ഒരു ശേഖരമായിട്ട് വാർത്തകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ മാറുന്നു എന്നതാണ്. നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കിയാൽ ആ കഴിഞ്ഞ ഒരു വർഷത്തിൽ നടന്ന ഇവന്റുകളുടെ ഒരു ശേഖരം, അതിനെക്കുറിച്ച് വിവരങ്ങളുടെ ഒരു കലവറ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശേഖരണമാണ്, കളക്ഷനാണ് ഈ ഒരു റിപ്പോർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ രൂപത്തിൽ അതെല്ലാ കാലത്തേക്കും ആവശ്യമായ രീതിയിൽ അതിനെ നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി റിപ്പോർട്ടുകളുടെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. റിപ്പോർട്ടുകളുടെ ക്ലാസിഫിക്കേഷൻ. റിപ്പോർട്ടുകളെ പ്രധാനമായും 2 തരത്തിൽ തിരിക്കാൻ പറ്റും. ഒന്ന് ഓറൽ, വാക്കുകളിലൂടെ നമുക്കൊരു റിപ്പോർട്ടുകൾ പറയാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു സംഭവം കാണുന്നു, ആ സംഭവം എന്താണ് എന്ന് ഞാൻ മറ്റൊരാൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അവിടെ ഒരു വ്യക്തി വരുന്നു, ഇങ്ങനെ നമ്മൾ ആ സംഭവത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ 1 by 1 ആയി വിശദീകരിച്ചു കൊടുക്കുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. എങ്ങനെ? ഓറലായി, വായയിലൂടെ പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓറൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതേസമയം റിട്ടൺ റിപ്പോർട്ടാകാം എഴുതിയിട്ട് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ വാർത്തകൾ പത്രമാധ്യമങ്ങളിലൂടെ അച്ചടിച്ച് വരുന്നത് റിട്ടൺ റിപ്പോർട്ടുകളാണ്. ചാനലുകളിൽ ലൈവായി റിപ്പോർട്ടുകൾ പറയാറുണ്ട്. ഒരു സംഭവം നടക്കുമ്പോൾ പലപ്പോഴും വാർത്താവതാരകൻ ആ സ്ഥലത്ത് നിൽക്കുന്ന വ്യക്തിയോട് എന്തൊക്കെയാണ് അവിടെയുള്ള വിവരങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ മിക്ക ചാനലുകളിൽ നമ്മൾ കാണുന്നത് പോലെ അവിടെ നടക്കുന്ന സംഭവങ്ങൾ വിശദീകരിക്കുകയാണ് ലൈവായിട്ട്. ഇത് ഓറൽ റിപ്പോർട്ടാണ്. അതേസമയം എഴുത്ത് രീതിയിലൂടെ നടക്കുന്ന റിപ്പോർട്ടുകൾ റിട്ടൺ റിപ്പോർട്ട് എന്ന് നമുക്ക് പറയാം. ഇനി ഇതിൽ റിട്ടൺ റിപ്പോർട്ടിനെ നമുക്ക് 2 ആയി തിരിക്കാം. ഒന്ന് ഫോമൽ റിപ്പോർട്ട്, മറ്റൊന്ന് ഇൻഫോമൽ റിപ്പോർട്ട്. എന്താണ് ഫോമൽ റിപ്പോർട്ട്, എന്താണ് ഇൻഫോമൽ റിപ്പോർട്ട് എന്ന് നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പ് ഫോമൽ റിപ്പോർട്ടിനെ നമ്മൾ 3 ആയി തരംതിരിക്കുന്നുണ്ട്. ഇൻഫർമേഷണൽ റിപ്പോർട്ട്, ഇന്റർപ്രറ്റീവ് റിപ്പോർട്ട്, റൂട്ടീൻ അല്ലെങ്കിൽ പീരിയോഡിക് റിപ്പോർട്ട് എന്നിങ്ങനെ 3 ആയി തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ട് ഓറൽ ഉണ്ട്, അതോടൊപ്പം റിട്ടൺ ഉണ്ട്. അതിൽ റിട്ടൺ റിപ്പോർട്ടിനെ നമ്മൾ 2 ആയി തിരിക്കുന്നു. റിട്ടൺ റിപ്പോർട്ടിനെ 2 ആയി തിരിക്കുന്നു, ഫോമലും ഇൻഫോമലും. അതിൽ ഫോമൽ റിപ്പോർട്ടിനെ തന്നെ നമ്മൾ 3 ആയി തരംതിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഇൻഫർമേഷണൽ, ഇന്റർപ്രറ്റീവ്, റൂട്ടീൻ അല്ലെങ്കിൽ പീരിയോഡിക്. ഇൻഫോമൽ റിപ്പോർട്ടിനെ നമ്മൾ 2 ആയി തിരിക്കുന്നുണ്ട്, ലെറ്റർ ആൻഡ് മെമ്മറാൻഡം. ലെറ്റർ റിപ്പോർട്ട് ആൻഡ് മെമ്മറാൻഡം എന്നിങ്ങനെ 2 ആയി ഇൻഫോമൽ റിപ്പോർട്ടിനെയും തിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓരോന്നും, എന്താണ് റിട്ടൺ, അതിൽ ഫോമൽ എന്താണ്, ഫോമലിൽ തന്നെ ഇപ്പൊ പറഞ്ഞ 3 തരം റിപ്പോർട്ടുകൾ ഏതാണ്, ഇൻഫോമൽ എന്താണ്, ഇൻഫോമലിന്റെ 3 തരം റിപ്പോർട്ടുകൾ എന്താണ് എന്നൊക്കെ നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ ഓറൽ റിപ്പോർട്ടിന്റെ പ്രത്യേകത, റിട്ടൺ റിപ്പോർട്ടിന്റെ പ്രത്യേകത അവ ചാർട്ടായി കൊടുത്തിട്ടുണ്ട്. ഓറൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സ്പോക്കൺ ആണത്. അതോടൊപ്പം അത് പ്രസന്റഡ് ഇൻ പേഴ്സൺ, സാധാരണ ഒരു വ്യക്തി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യാത്ത കാലത്തോളം ഓറൽ റിപ്പോർട്ടുകൾ താൽക്കാലികമായിരിക്കും, പെട്ടെന്ന് അതിൻ്റെ വാലിഡിറ്റി കഴിയും. അത് കൂടുതൽ റെക്കോർഡ് ചെയ്യപ്പെടാത്ത കാലത്തോളം അതിന് നിലനിൽപ്പുണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഇമ്മീഡിയറ്റ് ക്ലാരിഫിക്കേഷൻ പോസിബിൾ ആണ്. അഥവാ ഒരാളൊരു സംഭവം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അതിൽ വ്യക്തത വരുത്താൻ വേണ്ടി മറു ചോദ്യങ്ങൾ അങ്ങോട്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന വ്യക്തിയോട് ചോദിക്കാൻ പറ്റും. വ്യക്തത വരുത്താൻ വേണ്ടി മറു ചോദ്യങ്ങൾ, ക്ലാരിഫിക്കേഷനൊക്കെ ചോദിക്കാൻ പറ്റും. അതേസമയം റിട്ടേൺ ആകുമ്പോൾ അങ്ങനെ പറ്റൂല. ഒരു പത്രം വായിക്കുമ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതേസമയം ഒരു പക്ഷേ ആ പത്രം ഇറക്കിയ മാധ്യമങ്ങളുടെ ഓഫീസിലേക്ക് ഒരു മെയിൽ വഴിയോ അല്ലെങ്കിൽ കത്ത് വഴിയോ അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയോ ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ പറ്റും. പെട്ടെന്നുള്ള ക്ലാരിഫിക്കേഷൻ എളുപ്പമാകുന്നത് ഓറൽ റിപ്പോർട്ടിലൂടെയാണ് എന്ന് മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, പലപ്പോഴും
ഓറൽ റിപ്പോർട്ട് അവ സ്പോക്കൺ ആയതുകൊണ്ട് തന്നെ കൂടുതൽ അതിനെ ആശ്രയിക്കാൻ പറ്റില്ല. ഫ്യൂച്ചർ ഡിസിഷൻ എടുക്കാൻ വേണ്ടി അതിനെ എല്ലാ കാലത്തേക്കും റിലയബിളായി അതിനെ ആശ്രയിക്കാൻ പറ്റുന്ന രൂപത്തിൽ സൂക്ഷിക്കാൻ പറ്റില്ല. കാരണം പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. ഇനി എഴുതിയതാണെങ്കിൽ ആ എഴുത്ത് അവിടെ നിലനിൽക്കുന്ന കാലത്തോളം അതിനെ നമുക്ക് ഒരു ഒഫീഷ്യലായി അവലംബിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, ലെസ് ഫോമൽ, ഔപചാരികത കുറവാണ് ഓറൽ റിപ്പോർട്ടിൽ. അതേസമയം റിട്ടേൺ റിപ്പോർട്ടാണെങ്കിൽ ഔപചാരികത കൂടുതലാണ്. മറ്റൊന്ന്, ഇതിനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് ഈ റിട്ടേൺ റിപ്പോർട്ടിനെ നമുക്ക് അവലംബിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, ഇമ്മീഡിയറ്റ് ക്ലാരിഫിക്കേഷൻ ഇവിടെ പ്രയാസമാണ്. റിട്ടേൺ ആകുമ്പോൾ ഇൻഫർമേഷൻ്റെ ഒരു പെർമനന്റ് റെക്കോർഡായി അതിനെ നിലനിർത്താൻ പറ്റും. മറ്റൊന്ന്, റിട്ടേൺ റിപ്പോർട്ടാകുമ്പോൾ അതിനെ ഈ അവതരിപ്പിച്ച അല്ലെങ്കിൽ അത് എഴുതിയ വ്യക്തി തന്നെ അവതരിപ്പിക്കുക എന്നൊരു രൂപം അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇൻപേഴ്സണായിട്ട് വ്യക്തി വന്ന് അവതരിപ്പിക്കുന്ന ഒരു രൂപം ഇവിടെ ഉണ്ടാകുന്നില്ല എന്നതായി കൂടി മനസ്സിലാക്കുക. അതോടൊപ്പം അത് റിട്ടേൺ ആയിട്ടാണ് അതുള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ റിട്ടേൺ റിപ്പോർട്ട്സുകൾ രണ്ടു തരത്തിലാണ് എന്ന് പറഞ്ഞല്ലോ. റിട്ടേൺ റിപ്പോർട്ട്സുകൾ ഫോമലുണ്ട്, ഇൻഫോമലുണ്ട്. അതിൽ ഇൻഫോമൽ റിപ്പോർട്ട്സ് എന്നാൽ എന്ത് എന്നും ഇൻഫോമൽ റിപ്പോർട്ട്സിൻ്റെ രണ്ടു ഇനങ്ങൾ ലെറ്റർ ആൻഡ് മെമ്മറാൻഡം, അവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അവയാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. അതിനുശേഷം നമ്മൾ ഫോമൽ റിപ്പോർട്ട് എന്താണെന്നും അതിൻ്റെ കാറ്റഗറൈസേഷൻ ഏതൊക്കെയാണ് എന്നും നമുക്ക് നോക്കാം. ആദ്യം ഇൻഫോമൽ റിപ്പോർട്ട്സ് എന്നാൽ എന്ത്? ഇൻഫോമൽ റിപ്പോർട്ട്സ് എന്നാൽ സാധാരണ ഒരു ഫോമൽ റിപ്പോർട്ടിലുള്ളത് പോലെയുള്ള കണ്ടന്റ് തന്നെയാണ് ഇൻഫോമൽ റിപ്പോർട്ടിലുള്ളത്. പക്ഷേ അത് ആ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സമർപ്പിക്കുന്നത് ഇൻഫോമലായ സ്റ്റൈലിലാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇൻഫോമലായ ഒരു രീതിയിലാണ് അത് സമർപ്പിക്കുന്നത്. അഥവാ ഒരു ഉദാഹരണം നോക്കൂ. നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനം ഒരു ദിവസം ബിസിനസ് സ്ഥാപനത്തിലെ ഒരു ബോസ് അവിടെ ജോലി ചെയ്യുന്ന ആളുകളോട് പറയുന്നുണ്ട്, ഇന്നത്തെ അല്ലെങ്കിൽ ഈ ഒരാഴ്ചയിലെ പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്നു. പ്രോഗ്രസ് റിപ്പോർട്ട് ഇപ്പം തന്നെ സമർപ്പിക്കണമെന്ന് പറയുന്നു. വിത്തിൻ 1 മിനിറ്റ് ഓർ വിത്തിൻ 2 മിനിറ്റ്സ് എന്ന രൂപത്തിൽ ഇപ്പം തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ പുരോഗതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കറന്റ് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്ന് സമർപ്പിക്കാൻ പറയുന്നു. സ്വാഭാവികമായും അപ്പോൾ തന്നെ സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ അതിന് ഫോമലായ രീതിയിൽ സമർപ്പിക്കാനുള്ള സമയമൊന്നും അവിടെയില്ല. അപ്പം നിലവിലുള്ള സ്റ്റാഫുകളോടൊക്കെ ചോദിച്ച് പെട്ടെന്ന് അതിൻ്റെ ഒരു ഷോർട്ടർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട്, ഷോർട്ടർ ഇൻ ലെങ്ത് ആയിട്ടുള്ള, വളരെ കുറഞ്ഞ രീതിയിലുള്ള ഇപ്പോഴെന്തൊക്കെ നടക്കുന്നുണ്ട്, എന്താണ് പുരോഗതി എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ റിപ്പോർട്ട് ബോസിന് മുന്നിൽ അവിടുത്തെ സ്റ്റാഫുകൾ സമർപ്പിക്കുകയാണ്. ഇതിനെ ഇൻഫോമൽ റിപ്പോർട്ട് എന്ന് പറയാം. കാരണം ഫോമലായ സ്റ്റൈലുകൾ അവിടെയില്ല, മാനറുകൾ അവിടെ ഇല്ല എന്നതാണ് കാരണം. അതേസമയം ഫോമൽ റിപ്പോർട്ടാകുമ്പോൾ ഒരു ഫോമലായ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ വശങ്ങളും അവിടെ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കണം. അതേസമയം ഫോമലായ റിപ്പോർട്ടിൻ്റെ കണ്ടന്റ് തന്നെയാണ് ഇൻഫോമൽ റിപ്പോർട്ടിലും ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ ഫോർമാറ്റുകളിൽ പലതും തൽക്കാലം നമ്മൾ ധൃതി പിടിച്ച് തയ്യാറാക്കുന്നത് കൊണ്ട് അവ ഒഴിവാക്കി കൊടുക്കുന്നു എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇൻഫോമൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അനൗപചാരികമായ റിപ്പോർട്ട് എന്ന് പറയാം. ഫോമലായ മാനർ ഉപയോഗിച്ചുകൊണ്ട് അല്ല എന്ന വ്യത്യാസമേ ഉള്ളൂ. അതേസമയം ഫോമലായ റിപ്പോർട്ടിൽ കാണുന്ന കണ്ടന്റുകൾ തന്നെയാണ് പലപ്പോഴും ഇൻഫോമൽ റിപ്പോർട്ടിലും കാണാറുള്ളത്. അതേസമയം ഷോർട്ടായിരിക്കും ലെങ്ത്തിൽ ഇൻഫോമൽ റിപ്പോർട്ട് ഫോമൽ റിപ്പോർട്ടിനേക്കാൾ ഷോർട്ടായിരിക്കുമെന്ന് കൂടി മനസ്സിലാക്കുക. ഇനി ഫോമൽ റിപ്പോർട്ട് രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ലെറ്റർ റിപ്പോർട്ട് എന്ന് പറയും, മറ്റൊന്ന് മെമ്മോ റിപ്പോർട്ട് എന്ന് പറയും. ഒന്ന് ലെറ്റർ റിപ്പോർട്ട്, മറ്റൊന്ന് മെമ്മോ റിപ്പോർട്ട്. ലെറ്റർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഇൻഫോമൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ സമർപ്പിക്കുന്ന ലെറ്ററുകളാണ് ഒരു ബിസിനസ് ലെറ്ററിൻ്റെ ഫോർമാറ്റിൽ ആവശ്യമായ ഘടകങ്ങളൊക്കെ ചേർത്ത്
തയ്യാറാക്കുന്ന ഒരു ലെറ്ററാണ്, സാധാരണ ഒരു ലെറ്റർ. അത് ഷോർട്ട് റിപ്പോർട്ടുകളായിട്ടാണ് അല്ലെങ്കിൽ ഷോർട്ട് ലെറ്ററുകളായിട്ടാണ് സാധാരണ ഇൻഫോർമൽ ലെറ്ററുകൾ വരാറുള്ളത്. അപ്പോൾ ഇത്തരം ലെറ്റർ റിപ്പോർട്ടുകളിൽ ഐ ആൻഡ് യു തുടങ്ങിയ സബ്ജക്റ്റുകൾ അവിടെ ഉണ്ടാകാറുണ്ട്. അഥവാ കത്ത് എഴുതുന്നത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന രൂപത്തിൽ ബോസിന് സമർപ്പിക്കുന്ന, കീഴിലുള്ള സ്റ്റാഫ് സമർപ്പിക്കുന്ന ലെറ്റർ ആകുമ്പോൾ സർ എന്നൊരു വിളി, സല്യൂട്ടേഷൻ അവിടെ ഉണ്ടാകും. പിന്നീട് ഞാൻ അന്വേഷിച്ചു അല്ലെങ്കിൽ ഞാൻ ഇത്തരം വിഷയങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ എഴുതുമ്പോൾ ഐ എന്ന രൂപത്തിൽ. കാരണം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ട് എന്ന നിലക്ക് അത്തരം സബ്ജക്റ്റുകൾ അവിടെ ഉപയോഗിക്കാറുണ്ട്. സാധാരണ ലെറ്റർ റിപ്പോർട്ടുകൾ വളരെ കൂടുതലാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റുകളൊക്കെ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കി കഴിയുമ്പോൾ 4-5 പേജുകളൊക്കെയാണ് ലെറ്റർ റിപ്പോർട്ടുകൾ ഉണ്ടാകാറുള്ളത് എന്നുകൂടി മനസ്സിലാക്കണം. സാധാരണ ലെറ്റർ റിപ്പോർട്ടുകൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിനകത്തുള്ള ഒരു 10 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ 10 സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും സന്ദേശം കൈമാറണമെങ്കിൽ ലെറ്റർ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്ന രീതി അങ്ങനെയുണ്ട്. അതോടൊപ്പം പുറമേയുള്ള ഈ സ്ഥാപനത്തിന് പുറമേയുള്ള ആളുകൾക്കും ഏതെങ്കിലും രീതിയിലുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ലെറ്റർ റിപ്പോർട്ടുകൾ സമർപ്പിക്കാറുണ്ട്. ഒരു ലെറ്റർ റിപ്പോർട്ടിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്, അതിന്റെ ലേഔട്ട് എന്ന് പറയുന്നത്, നോക്കൂ, ലെറ്റർ ഹെഡ് വേണം. ലെറ്റർ ഹെഡ് എന്നതുകൊണ്ട് നമ്മൾ ലെറ്റർ പാഡ് എന്നൊക്കെ പറയാറുണ്ട്. ലെറ്റർ ഹെഡ് വേണം. അതിനുവേണ്ടി മാത്രം പ്രത്യേകിച്ചും ഒരു ലെറ്റർ ഹെഡിന്റെ മുകളിൽ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ പേരും അഡ്രസ്സും കോണ്ടാക്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ചേർത്തിട്ടുള്ള ലെറ്റർ ഹെഡ് വേണം. ശേഷം അതിൽ ലെറ്റർ ആയതിനാൽ ഡേറ്റ് എഴുതിയിട്ടുണ്ടാകണം, അഡ്രസ്സ് ചേർത്തിട്ടുണ്ടാകണം, സബ്ജക്റ്റ് എന്താണ് എന്ന് ചേർത്തിട്ടുണ്ടാകണം, സല്യൂട്ടേഷൻ, ഇതാണ് സർ എന്നൊരു വിളി, അല്ലെങ്കിൽ അതിനുശേഷം മെയിൻ ബോഡി എന്താണോ അതിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു കണ്ടന്റ് വേണം. അതിൽ ഇൻട്രഡക്ഷൻ വേണം. ഇൻട്രഡക്ഷൻ ആകുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ ആ ഫൈൻഡിങ്സ് അതിൽ ചേർക്കണം. ഇൻട്രഡക്ഷൻ കഴിഞ്ഞ ഉടനെ ഫൈൻഡിങ്സ് വേണം. അതൊക്കെ കഴിഞ്ഞ് കൺക്ലൂഷൻ വേണം. കോംപ്ലിമെന്ററി ക്ലോസ്, അവസാനം ഇത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഒരു സൂചന അത് വേണം. അതോടൊപ്പം സിഗ്നേച്ചറും അവസാനം അത് വൈൻഡ് അപ്പ് ചെയ്യുന്ന ആ ഒരു എൻക്ലോഷറും. ഇത്രയും കാര്യങ്ങൾ ഒരു ലെറ്റർ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. പിന്നെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ലെറ്റർ ഹെഡ് ഉപയോഗിക്കണമെന്നാണ്. ലെറ്റർ ഹെഡ് ഇല്ലാത്ത പക്ഷം ചുരുങ്ങിയത് A4 സൈസിലുള്ള ഒരു ഫോമലായ രീതിയിൽ, A4 സൈസിൽ നല്ല വൃത്തിയിൽ ഒരു ഫോമലായ ഒരു ഫോർമാറ്റിലായിരിക്കണം എഴുതിയിരിക്കേണ്ടത്. മറ്റൊന്ന്, പരമാവധി കയ്യിൽ എഴുതുന്നതിന് പകരം MS വേർഡ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവ ടൈപ്പ് ചെയ്യലാണ് നല്ലത്. പ്രത്യേകിച്ചും ടൈപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഗ്രാമറ്റിക്കലി മറ്റ് എററുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഒരു പ്രത്യേക കളറിലോ മറ്റോ വേർഡ് തന്നെ പ്രത്യേകിച്ചും ഒരു സിമ്പൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്തി നമുക്ക് അറിയിക്കുന്നതായി കാണാം. ഇനി നമ്മൾ പറയുന്നത് മെമ്മോ റിപ്പോർട്ടാണ്. ആദ്യം ലെറ്റർ റിപ്പോർട്ട്. ഇൻഫോർമൽ റിപ്പോർട്ടുകൾ 2 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ലെറ്റർ റിപ്പോർട്ട്, മറ്റൊന്ന് മെമ്മോ റിപ്പോർട്ട്. മെമ്മോ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്റർ ഓഫീസ് മെമ്മറാൻഡമാണ്. അഥവാ ഒരു ഓഫീസിനകത്തുള്ള, നമ്മൾ പലപ്പോഴും സ്കൂളിലൊക്കെ കാണാറുണ്ട്, ഒരു സ്കൂളിൽ ടീച്ചേഴ്സിന് നാളെ സ്കൂൾ അവധിയാണ് എന്ന് വിവരം അറിയിക്കാൻ വേണ്ടി സ്കൂളിലെ ക്ലർക്കിന്റെ കയ്യിൽ നാളെ സ്കൂൾ അവധിയാണ് എന്ന വിവരം ഒരു പുസ്തകത്തിൽ എഴുതിയിട്ട് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അവിടെയുള്ള സ്റ്റാഫിന്റെ ക്ലർക്കിന്റെ കയ്യിൽ കൊടുത്തു വിടുന്നു. ഇത് ഓരോ ടീച്ചറും ചെക്ക് ചെയ്ത് അതിന്റെ താഴെ വായിച്ചു നോക്കിയ ശേഷം ഈ വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന രീതിയിൽ അതിൽ ഒപ്പുവെക്കുന്നു. ഇതൊരു മെമ്മോ ആണ് എന്ന് നമുക്ക് പറയാം. ഈ രൂപത്തിൽ ഒരു ഇന്റർ ഓഫീസ് സ്റ്റാഫുകൾക്കിടയിൽ പരസ്പരം വിവരം കൈമാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് മെമ്മോ റിപ്പോർട്ട് എന്ന് പറയുന്നത്. വളരെ ഷോർട്ടായിട്ടാണ് സാധാരണ അത് ഉണ്ടാകാറുള്ളത്. അതിൻ്റെ ഒരു ഫോമാറ്റ് ഇവിടെ കാണുന്നുണ്ട്. ആദ്യം നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ടു, ഫ്രം, ഡേറ്റ്, സബ്ജക്റ്റ്, ഇൻട്രഡക്ഷൻ, ബോഡി ഓഫ് ദ ടെക്സ്റ്റ്, ക്ലോസിംഗ് പാരാഗ്രാഫ്, സിഗ്നേച്ചർ. ഇത്രയും ഘടകങ്ങളാണ് ഒരു മെമ്മോ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി ഫോമൽ റിപ്പോർട്ട് എന്നാൽ എന്ത് എന്ന് പഠിക്കുന്നു. ഫോമൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ റിപ്പോർട്ടാണ്. യൂസ്ഡ് ഫോർ ഇൻഫർമേഷൻ ഓർ അനലിറ്റിക്കൽ പേർപ്പസ്.
ഔപചാരികമായി തന്നെ തയ്യാറാക്കുന്ന സാധാരണഗതിയിൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ അക്കാഡമിക് ഫീൽഡ്സിലൊക്കെ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളാണ് ഫോർമൽ റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫോർമൽ റിപ്പോർട്ട് പ്രധാനമായും 3 തരത്തിൽ ഉണ്ടാകാറുണ്ട്. ഒന്ന് റൂട്ടീൻ അല്ലെങ്കിൽ പീരിയോഡിക് റിപ്പോർട്ട് എന്ന് പറയും, മറ്റൊന്ന് ഇൻഫർമേഷണൽ റിപ്പോർട്ടാണ്, ഇന്റർപ്രറ്റീവ് റിപ്പോർട്ടാണ്. ഇവ 3ഉം തമ്മിലുള്ള വ്യത്യാസങ്ങളും ഓരോന്നിൻ്റെയും പ്രത്യേകതകളും നമുക്ക് നോക്കാം. അപ്പോൾ ഫോർമൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായി ഔപചാരികമായ റിപ്പോർട്ടാണ്. കമ്പനിക്കകത്ത് ഒരു ബിസിനസ് സ്ഥാപനത്തിനകത്ത് ഒക്കെ സാധാരണ ഉപയോഗിക്കാറുള്ള ഔപചാരികമായ ഫോർമാറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളാണ് ഫോർമൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. 3 തരത്തിലുണ്ട്. റൂട്ടീൻ റിപ്പോർട്ടുകളുണ്ട്. റൂട്ടീൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പീരിയോഡിക്കൽ റിപ്പോർട്ട് എന്ന് പറയാം. നിശ്ചിത ഇടവേളകളിൽ, അത് മാസമാകാം, ആഴ്ചയാകാം, അല്ലെങ്കിൽ വാർഷിക റിപ്പോർട്ടുകളാകാം, ഇങ്ങനെ കൃത്യമായ നിശ്ചിത ഇടവേളകളിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളാണ് പീരിയോഡിക്കൽ റിപ്പോർട്ട് അല്ലെങ്കിൽ റൂട്ടീൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. റൂട്ടീൻ റിപ്പോർട്ടുകളാണെങ്കിലും റൂട്ടീൻ റിപ്പോർട്ടുകളെ അവ കൃത്യമായി ഇടവേളകളിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളാണ്. സാധാരണഗതിയിൽ ചില ചോദ്യങ്ങൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ച് അതുണ്ടെങ്കിൽ സാധാരണ ഒരു സ്കൂൾ കെട്ടിടം, അപ്പോൾ സ്കൂൾ കെട്ടിടത്തോട് അനുബന്ധിച്ച് അവിടെ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ടോ ഒരു ചോദ്യം. അതിനുശേഷം ഉണ്ടെങ്കിൽ ഉണ്ട് എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും ടിക്ക് ചെയ്യാനുള്ളൊരു കോളം ഉണ്ടാകും. ഇനി അടുത്ത ചോദ്യം, ഇനി ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കി അത് ഉണ്ടെങ്കിൽ അത് നേരെ മാർക്ക് ചെയ്യാനുള്ള ഒരു രൂപം. ഈ രൂപത്തിലാണ് റൂട്ടീൻ റിപ്പോർട്ടുകൾ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്. അല്ലെങ്കിൽ അത് വേറെ തന്നെ തയ്യാറാക്കാറുമുണ്ട്. ഇനി റൂട്ടീൻ റിപ്പോർട്ടുകളുടെ വിവിധ രൂപങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ചിലപ്പോൾ അത് പ്രോഗ്രസ് റിപ്പോർട്ടുകളാകാം. പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ കുട്ടികളുടെ പുരോഗതി വിലയിരുത്തുന്ന പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഉണ്ടാകാറുണ്ട്. ഓരോ യൂണിറ്റ് ടെസ്റ്റുകൾക്കും അല്ലെങ്കിൽ പരീക്ഷകൾക്കൊക്കെ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, കുട്ടിയുടെ പുരോഗതി വിലയിരുത്തുന്ന പ്രോഗ്രസ് റിപ്പോർട്ട്. ഇത് റൂട്ടീൻ റിപ്പോർട്ടുകളുടെ ഒരു ഉദാഹരണമാണ്. അതേപോലെ ലബോറട്ടറി റിപ്പോർട്ട് എന്ന് പറയും. അഥവാ സയൻറ്റിഫിക്കുമായി അത്തരം മേഖലകളിൽ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ്റെയും എക്സ്പെരിമെൻറ്റ്സ് പരീക്ഷണങ്ങളുടെയൊക്കെ ഭാഗമായി ആ പരീക്ഷണത്തിന് ശേഷം തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളാണ് ലബോറട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടെസ്റ്റിൻ്റെ പേര്, ആ ടെസ്റ്റ് നടത്തിയ ഡേറ്റ്, അനാലിസിസ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അതിനു വേണ്ടി ഉപയോഗിച്ച ടൂൾസുകൾ എന്തൊക്കെ, ഏത് രീതിയിലാണ് അതിൻ്റെ പ്രൊസീജിയർ ഉണ്ടായിരുന്നത്, കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെ, കൺക്ലൂഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ലബോറട്ടറി റിപ്പോർട്ടുകളിൽ ഉണ്ടാകാറുള്ളത്. ഈ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എന്ന് പറയും അടുത്തത്. റൂട്ടീൻ റിപ്പോർട്ടിൻ്റെ 3ാമത്തെ ഒരു രൂപമാണ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വിഷയം ഇൻസ്പെക്ട് ചെയ്ത ശേഷം, അന്വേഷണ വിധേയമായ മറ്റോ ചെക്ക് ചെയ്തതിന് ശേഷം തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. സാധാരണ ഏതെങ്കിലും ഒരു വിൽപ്പനക്ക് വെക്കുന്ന പ്രൊഡക്റ്റുകൾ, ആ പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ തയ്യാറാക്കുന്ന ക്യാൻറ്റീനുകൾ, അത്തരം സ്ഥലങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത ശേഷം ആ ചെക്ക് ചെയ്ത ആളുകൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടിനെയാണ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഇൻവെന്ററി റിപ്പോർട്ട് എന്ന് പറയും. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലോ മറ്റോ ഉള്ള സ്റ്റോക്ക് ആയിട്ടുള്ള വസ്തുക്കളെ, ഐറ്റംസുകളുടെ ലിസ്റ്റിനെയാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ഷോപ്പ്, കടയുടമ ആ ഷോപ്പിനകത്തുള്ള സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. എന്തൊക്കെ ബാക്കിയുണ്ട്, ഇനി എന്തൊക്കെ പുതുതായി വാങ്ങണം എന്നൊക്കെ അറിയാൻ വേണ്ടി നിലവിലെ സ്റ്റോക്ക് കണക്കെടുപ്പ് നടത്തുന്നു. ഈ രൂപത്തിലുള്ള സ്റ്റോക്ക് ഉള്ള ഐറ്റംസുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെയാണ് ഇൻവെന്ററി റിപ്പോർട്ട് എന്ന് പറയുന്നത്. സാധാരണ സ്റ്റോക്ക് കൺട്രോളർ ഉണ്ടാകും പല സ്ഥാപനങ്ങൾക്കും. സ്റ്റോക്ക് കൺട്രോളറാണ് ഇത്തരം റിപ്പോർട്ടുകൾ തയ്യാറാക്കാറുള്ളത് എന്നുകൂടി മനസ്സിലാക്കുക.
ഇനി അടുത്തത് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയും. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എന്നതിന് നമുക്കൊരു സാധാരണ നമ്മൾ പല ആപ്പുകൾക്കൊക്കെ റേറ്റിംഗ് കൊടുക്കാറുണ്ടല്ലോ. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ വളരെ ഉഷാറാണെങ്കിൽ നമ്മൾ 5 സ്റ്റാർ കൊടുക്കും. കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ 4 സ്റ്റാർ കൊടുക്കും. എന്നതുപോലെ റേറ്റിങ്ങുകൾ കൊടുക്കാറുണ്ട്. ഈ രൂപത്തിൽ ഒരു സ്ഥാപനത്തിനകത്തുള്ള സ്റ്റാഫുകൾക്ക് ആ സ്ഥാപനത്തിന്റെ ബോഡി നൽകുന്ന റേറ്റിംഗ് ആണ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഉദാഹരണത്തിന് ഓരോ വർഷങ്ങളിലും ഡിസംബർ മാസം ലാസ്റ്റ് സമയത്ത് ആ സ്ഥാപനത്തിലെ സ്റ്റാഫുകളുടെയൊക്കെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കണം. അപ്പോൾ അവിടെയുള്ള സുപ്പീരിയർ ഓഫീസേഴ്സ് അവിടെയുള്ള ഓരോ സ്റ്റാഫുകളുടെയും ക്വാളിറ്റി വിലയിരുത്തി അവരുടെ പെരുമാറ്റം, അവരുടെ ജോലിയോടുള്ള ആത്മാർത്ഥത, ഇടപെടലുകൾ, അവരുടെ ലീവ്, മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത ശേഷം ഒരു റേറ്റിംഗിന് സമാനമായ ഒരു മാർക്ക് അവർക്ക് നൽകുകയാണ്. ഇങ്ങനെ ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയും. ഇങ്ങനെ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളെയാണ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. പലപ്പോഴും ആ വ്യക്തിയുടെ നെഗറ്റീവ്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്തം കാണിക്കാറില്ല തുടങ്ങിയ നെഗറ്റിവിറ്റി ഒക്കെയാണ് അവരുടെ പെരുമാറ്റത്തിലുള്ളതെങ്കിൽ സ്വാഭാവികമായും അത് എംപ്ലോയിക്ക് ബോധ്യപ്പെടുകയും അടുത്ത തവണയെങ്കിലും അത് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്ന് മാത്രമല്ല, പലപ്പോഴും ഉയർന്ന തലങ്ങളിലേക്ക് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ അവരെ ജോലിയിൽ നിലനിർത്തണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുകൾ സുപ്പീരിയർ ഓഫീസ് അതിൻ്റെ ഭാഗമായി ഉപയോഗിക്കാറുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് റൂട്ടീൻ റിപ്പോർട്ടുകളുടെ വിവിധ ഉദാഹരണങ്ങളാണ്. റൂട്ടീൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫോർമൽ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ റൂട്ടീൻ റിപ്പോർട്ട് പറഞ്ഞത്. ഇനി ഫോർമൽ റിപ്പോർട്ടിന്റെ ഭാഗമായി ഇനി നമുക്ക് പറയാനുള്ളത് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിനകത്തുള്ള ഇൻഫർമേഷനുകൾ, എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ കൈമാറുക എന്ന ലക്ഷ്യത്തിൽ മാത്രം തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന അഥവാ ഫാക്റ്റുകളുടെ സമർപ്പണമാണ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ നടക്കുന്നത്. അവിടെ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷനുകളാണ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ സമർപ്പിക്കുന്നത്. അതേസമയം അവിടെ എന്ത് നടക്കുന്നില്ല, എന്ത് നടക്കണം എന്നുള്ള നിർദ്ദേശമൊന്നും ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കില്ല. അഥവാ നമ്മളൊരു ഓഫീസിൽ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് എങ്ങനെയാണ് എന്നതിന്റെ ഇൻഫർമേഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞാൽ അതിന്റെ ഇപ്പോൾ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അതേസമയം നോട്ട് ആസ് ഇറ്റ് ഷുഡ് ബി, ഒരു സ്ഥാപനം എങ്ങനെയായിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന സജഷൻസ് ഒന്നും അവിടെ ഉണ്ടാകില്ല. ഒരു സ്ഥാപനം സ്വാഭാവികമായും ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഇതാണ്, അവർ ശ്രദ്ധിക്കുന്നില്ല തുടങ്ങിയ കമന്റുകളൊന്നും ഇവിടെ ഉണ്ടാകില്ല. മറിച്ച് ഒരു സ്ഥാപനം എങ്ങനെയാകണം എന്ന പരാമർശമൊന്നും ഇല്ലാതെ നിലവിൽ ഈ സ്ഥാപനത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ, ഇൻഫർമേഷനുകൾ മാത്രം നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് വിളിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. അതേസമയം അടുത്തത് ഇന്റർപ്രറ്റീവ് റിപ്പോർട്ടുകളാണ്. ഇന്റർപ്രറ്റീവ് റിപ്പോർട്ട് എന്നത് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്, അതോടൊപ്പം ഇന്റർപ്രിറ്റേഷൻ കൂടി അവിടെ ഉണ്ടാകും. ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ നടക്കുന്നില്ല, എന്തൊക്കെ ഇവിടെ നടക്കണമായിരുന്നു തുടങ്ങിയ സജഷൻസുകൾ അടക്കം ഉൾക്കൊള്ളിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് ഇന്റർപ്രറ്റീവ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സജഷൻസുകളൊക്കെ അവിടെ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ട് തന്നെ ഇതിനെ റെക്കമെൻഡറി റിപ്പോർട്ട് എന്നും വിളിക്കാറുണ്ട്. ഇതൊരു അനാലിറ്റിക്കൽ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് കൂടിയാണ്. ആ രൂപത്തിലും ഇന്റർപ്രറ്റീവ് റിപ്പോർട്ടുകളെ കാണാറുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ നിലവിൽ ഈ സ്ഥാപനം നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കൂടി അവിടെ നിർദ്ദേശിക്കപ്പെടാറുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി പ്രോസസ് ഓഫ് റൈറ്റിംഗ് റിപ്പോർട്ട്സുകൾ എഴുതുന്നതിന്റെ പ്രോസസ്സ്. ആദ്യം റിപ്പോർട്ടുകൾ ഉൾക്കൊള്ളിക്കേണ്ട ഓരോ പോയിന്റുകളെയും നോട്ട് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. ശേഷം ഫാക്ട്സുകളിൽ നിന്ന് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഫാക്റ്റുകളിൽ നിന്ന് ഒപ്പീനിയനെ വേർതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ അവിടെയുള്ള ഫാക്റ്റുകൾ മാത്രമേ ഉണ്ടാകാവൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ വ്യക്തിയുടെ അഭിപ്രായങ്ങൾ,
അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല എന്നതാണ് സെപ്പറേറ്റ് ഒപ്പീനിയൻസ് ഫ്രം ഫാക്ട്സ് വൈൽ റൈറ്റിംഗ് എ റിപ്പോർട്ട് എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊന്ന്, ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വളരെ വൃത്തിയുള്ള വാക്കുകളായിരിക്കണം, പെട്ടെന്ന് മനസ്സിലാകുന്ന ക്ലിയർ കട്ട് ഐഡിയകൾ കിട്ടുന്ന വാക്കുകളായിരിക്കണം. ഉദാഹരണത്തിന് ആക്റ്റീവ് വോയിസിൽ സെന്റൻസുകൾ ഉണ്ടാക്കണം, പാസീവ് വോയിസിൽ ആകരുത്. അതേപോലെ സെന്റൻസുകളൊക്കെ വളരെ കോംപ്ലക്സ് ആയ മനസ്സിലാക്കാൻ പ്രയാസമുള്ള രീതിയിലുള്ള സെന്റൻസുകൾ ഉപയോഗിക്കരുത്. റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ആവശ്യമായ ഗ്രാഫിക് ഐഡ്സ്, ടാബിളുകളോ ഡയഗ്രാംസോ ചാർട്ട്സുകളോ ഡ്രോയിങ്സോ അങ്ങനെ ഡ്രോയിങ്സൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നന്നായി മനസ്സിലാകുന്ന രൂപത്തിൽ ഇത്തരം റിപ്പോർട്ടുകളെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ടാബിളുകൾ ഉപയോഗിക്കാം, ഡയഗ്രാംസ് ഉപയോഗിക്കാം, ചാർട്ടുകൾ ഉപയോഗിക്കാം, ഡ്രോയിങ്സ് ഉപയോഗിക്കാം. ടാബിളുകൾ എന്നത് രണ്ടു തരത്തിലുണ്ട്. ഡിപ്പെൻഡന്റ് ടാബിളുകളാകാം. സാധാരണ ഡിപ്പെൻഡന്റ് ടാബിൾ എന്ന് പറയുമ്പോൾ റിപ്പോർട്ടുകളുടെ ഭാഗമായി നമ്മൾ ചില ടാബിളുകൾ കാണിക്കുന്നു. പക്ഷേ അതിൻ്റെ കൂടെ ഒരു ടെക്സ്റ്റ് കൂടി ഉണ്ട്. ആ ടെക്സ്റ്റ് കൂടി ഉണ്ടായാൽ മാത്രമേ ഈ ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥങ്ങൾ കൃത്യമായി അല്ലെങ്കിൽ ടേബിളിനകത്തുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ഈ റിപ്പോർട്ടുകളെ കൂടി ആശ്രയിച്ച് നിലനിൽക്കുന്ന ടാബിളുകളെയാണ് ഡിപ്പെൻഡന്റ് ടാബിൾസ് എന്ന് പറയുന്നത്. ഒരിക്കലും ഈ ടാബിൾ മാത്രം കൊടുത്തത് കൊണ്ട് ആളുകൾക്ക് അതിൽ പറയുന്ന ഇൻഫർമേഷനുകൾ ക്യാച്ച് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത്തരം ടാബിളുകളെയാണ് ഡിപ്പെൻഡന്റ് ടാബിൾസ് എന്ന് പറയുന്നത്. അതേസമയം ഇൻഡിപെൻഡന്റ് ടാബിൾ ആണെങ്കിൽ സെൽഫ് എക്സ്പ്ലനേഷനാണ്, അഥവാ സ്വയം വിശദീകരിക്കുന്ന ആ ടാബിൾ കണ്ടാൽ മാത്രം കൃത്യമായ വിവരം അത് വായിക്കുന്ന, അത് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. ആ രൂപത്തിൽ ഒരു ടെക്സ്റ്റിൻ്റെയും എക്സ്ട്രാ ആവശ്യമില്ല. ആ രൂപത്തിൽ ഓരോ കണ്ടന്റുകളും കൃത്യമായിട്ട് ഓർഡറിൽ ക്രമീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇൻഡിപെൻഡന്റ് ടാബിൾസ് എന്ന് പറയും. അപ്പോൾ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അതിനകത്ത് നിന്ന് കിട്ടുന്നു എന്നതാണ്, മറ്റൊരു ടെക്സ്റ്റിൻ്റെയോ റിപ്പോർട്ടിൻ്റെയോ സഹായം കൂടാതെ. അപ്പോഴാണ് അതിനെ ഇൻഡിപെൻഡന്റ് ടാബിൾസ് എന്ന് പറയുന്നത്. ഇനി ഫ്രേസ് ടാബിൾസ് ഉണ്ട്. ഫ്രേസ് ടാബിൾസ് എന്ന് പറയുമ്പോൾ ടാബിൾക്കകത്ത് ഫ്രേസുകൾ, സെന്റൻസുകൾ, വേർഡ്സുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു ടാബിൾ കണ്ടല്ലോ, ഇവിടെ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കൂ, കുറെ വേർഡ്സുകളാണ് ഉള്ളത്, സെന്റൻസുകളാണ് ഉള്ളത്. ഇത്തരം ടാബിളുകളാണ് ഫ്രേസ് ടാബിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഫ്രേസുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് ഫിഗേഴ്സ് ആണ്. ഗ്രാഫുകൾ ചിലപ്പോൾ റിപ്പോർട്ടുകളുടെ സഹായത്തിന്, റിപ്പോർട്ടുകൾ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഗ്രാഫുകൾ, പൈഗ്രാഫ്, പിക്ചോറിയൽ ഗ്രാഫ്, അങ്ങനെ പലതരത്തിലുള്ള ഗ്രാഫുകൾ ഉപയോഗിക്കാറുണ്ട്. ചാർട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. മാപ്പ്, വിവിധ സ്ഥലങ്ങളുടെ മാപ്പുകൾ ഉപയോഗിച്ച് ലൊക്കേഷൻ മാപ്പുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചിത്രങ്ങൾ, ഫോട്ടോകൾ ഉപയോഗിക്കാറുണ്ട്. ഡ്രോയിങ്സ് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ റിപ്പോർട്ടുകളുടെ വിവിധ റിപ്പോർട്ടുകളുടെ സ്വഭാവം അനുസരിച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്സുകളെ കുറിച്ചാണ്. ആദ്യം ഒബ്ജക്റ്റീവ്സ്, അതോടൊപ്പം ഈ റിപ്പോർട്ട് എഴുതേണ്ടതിൻ്റെ സ്കോപ്പ്, പേർപ്പസ്, അവ എന്തൊക്കെയാണ് എന്ന് പറയുന്നു. അതോടൊപ്പം ആവശ്യമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഡാറ്റകൾ കളക്ട് ചെയ്യണം. ഡാറ്റകൾ കളക്ട് ചെയ്യാൻ പലപ്പോഴും എൻസൈക്ലോപീഡിയകൾ ഉപയോഗിക്കാം, ടെക്സ്റ്റ് ബുക്കുകൾ, ഓഫീസ് റെക്കോർഡ്സ്, ഫയൽസ്, ജേർണൽസ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഡാറ്റകൾ കളക്ട് ചെയ്യണം എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അതോടൊപ്പം ഡാറ്റ കളക്ഷന് വേണ്ടി നമുക്ക് വ്യക്തികളോട് ഇന്റർവ്യൂ നടത്താം, ടെലിഫോൺ ഇന്റർവ്യൂ നടത്താം, സർവേകൾ, ചോദ്യങ്ങൾ തയ്യാറാക്കി സർവേകൾ നടത്താം, നിരീക്ഷണങ്ങൾ നടത്താം. ഇത്തരം മാർഗങ്ങളൊക്കെ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കാൻ പറ്റും. അതോടൊപ്പം അതിനുശേഷം റിപ്പോർട്ട് എഴുതുന്നു, അതിനെ റിവൈസ് ചെയ്യുന്നു, അതിനുശേഷം അവസാനം ഒരിക്കൽ കൂടി അതിൻ്റെ ഔട്ട്ലൈൻ തയ്യാറാക്കുന്നു. ഇതാണൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഒരു സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇനി ഒരു റിപ്പോർട്ടിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഫ്രണ്ട് മാറ്റർ എന്ന് നമ്മൾ വേർതിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് അടുത്തത് മെയിൻ ബോഡിയാണ്. മറ്റൊന്ന് ബാക്ക് മാറ്റർ എന്ന് പറയും. ഇതിൽ ഫ്രണ്ട് മാറ്റർ എന്നതിൽ ആദ്യം ഒരു കവർ പേജ് വേണം, ഒരു കവർ വേണം. ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ആദ്യം തന്നെ കാണിക്കുന്ന ഒരു കവർ. ആ കവറിനകത്ത് ടൈറ്റിൽ, റിപ്പോർട്ടിന്റെ ടൈറ്റിൽ, റിപ്പോർട്ട് നമ്പർ ഉണ്ടെങ്കിൽ അത് അടയാളപ്പെടുത്തണം.
അത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ സംഘടനയുടെ പേര്, അത് സമർപ്പിക്കുന്ന ഡേറ്റ് ഒക്കെ കവറിൽ എഴുതിയിട്ടുണ്ടാകണം. അതിനുശേഷം ഒരു ടൈറ്റിൽ പേജ് ഉണ്ടാകണം. ടൈറ്റിൽ പേജ് കഴിഞ്ഞാൽ ഫ്രണ്ട് സ്പേസ് എന്ന പേരിൽ ഒരു കവർ പിക്ചർ പുറമെ ഒരു പിക്ചർ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ആ കണ്ടന്റുമായി ബന്ധപ്പെട്ട എന്താണോ ഈ കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നൽകുന്ന ഒരു കവർ പിക്ചർ ഉണ്ടാകുന്നത് നല്ലതാണ്. അതോടൊപ്പം കോപ്പിറൈറ്റ് നോട്ടീസ്, നമ്മൾ പുസ്തകത്തിൻ്റെ 2 or 3 പേജുകളിലൊക്കെ ഒരു കോപ്പിറൈറ്റ് നോട്ടീസ് നമ്മൾ കാണാറുണ്ട്. ഈ പുസ്തകം ഇതിൻ്റെ ഓണർ ആരാണ് എന്നും ഇതിനെ വേറെ രീതിയിൽ പബ്ലിക്കേഷൻ ചെയ്യാൻ വേറെ ആർക്കും അധികാരമില്ല എന്നും കോപ്പിറൈറ്റ് ഓണർ ഞങ്ങളാണ് എന്നൊക്കെ അറിയിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളെയാണ് കോപ്പിറൈറ്റ് നോട്ടീസ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ കോപ്പി പബ്ലിഷ് ചെയ്യുന്ന വർഷം, അതോടൊപ്പം കോപ്പിറൈറ്റ് സിംബൽ തുടങ്ങി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു പുസ്തകത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളുടെയും തുടക്കത്തിൽ ആ ഭാഗം നമുക്ക് കാണാൻ പറ്റും. അവ ഉൾക്കൊള്ളിച്ചിരിക്കണം ഫ്രണ്ട് മാറ്റർ എന്ന നിലക്ക്. അതോടൊപ്പം ഒരു ഫോർവേഡിംഗ് ലെറ്റർ എന്ന് പറയുമ്പോൾ ഓതർ തൻ്റെ റീഡറിനോട് പറയാനുള്ള കാര്യങ്ങൾ, ഓതറിന് അല്ലെങ്കിൽ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്ന വ്യക്തിക്ക് ആ റീഡറിനോട് പറയാനുള്ള കാര്യങ്ങൾ ഫോർവേഡിംഗ് ലെറ്റർ, ഇത് സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പറയാനുള്ള ഒരു ലെറ്റർ, ഒരു കുറിപ്പ് എന്ന രൂപത്തിൽ ഫോർവേഡിംഗ് ലെറ്റർ ഉണ്ടാകണം. പ്രധാനമായും അതിൽ 2 രൂപങ്ങളുണ്ട്. അത് കവറിംഗ് ലെറ്റർ എന്ന് പറയും. കവറിംഗ് ലെറ്റർ എന്ന് പറയുമ്പോൾ ഈ റിപ്പോർട്ട് കൂടെ സമർപ്പിക്കുന്നതല്ല, റിപ്പോർട്ടിന്റെ പുറമെ, റിപ്പോർട്ടിന്റെ കൂടെ അല്ലാതെ അതിന്റെ കൂടെ ബൗണ്ട് ചെയ്തിട്ടില്ലാതെ വേറെ തന്നെ സെപ്പറേറ്റ് ആയി കൊടുക്കുന്ന ലെറ്ററാണ് കവറിംഗ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിന്റെ കൂടെ ഒരു നൂലെടുത്ത് തന്നെ പിടിപ്പിച്ചിട്ടുള്ളതല്ല, അല്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കാതെ വേറെ തന്നെ സെപ്പറേറ്റ് ആയി സമർപ്പിക്കുന്ന ലെറ്ററാണ് കവറിംഗ് ലെറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻട്രഡക്ടറി ലെറ്റർ എന്ന രൂപത്തിലാകാം. അഥവാ ഇതിന്റെ കൂടെ തന്നെ, റിപ്പോർട്ടിന്റെ കൂടെ തന്നെ ബൗണ്ട് ചെയ്തിട്ട് ടൈറ്റിൽ പേജിന്റെ തൊട്ടുടനെ പ്ലേസ് ചെയ്ത് വെക്കുന്ന റിപ്പോർട്ടാണിത്. സിമിലർ ടു എ പ്രിഫേസ്, ഇറ്റ് ഗിവ്സ് സം ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ദാറ്റ് റീഡർ മസ്റ്റ് നോ. ഈ ഒരു റിപ്പോർട്ട് വായിക്കുന്നതിന് മുമ്പ് റീഡർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ച് ചേർക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഫ്രണ്ട് എന്ന മാറ്റർ എന്ന നിലക്ക് അതിൻ്റെ ഒരു മുഖവുര ഉണ്ടാകണം, അക്നോളജ്മെന്റ്സ് ഉണ്ടാകണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അക്നോളജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് ആരോടൊക്കെ കടപ്പാടുകളുണ്ട്, ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്, അവരോടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്സ് അറിയിക്കുന്ന രീതിയിലുള്ള അക്നോളജ്മെന്റ്സ് ഉണ്ടാകണം. ടേബിൾ ഓഫ് കണ്ടന്റ്, ഇതിന്റെ ഉള്ളടക്കം എന്തൊക്കെയാണ് എന്ന് അറിയിക്കുന്ന ടേബിൾ ഓഫ് കണ്ടന്റ്, ഒരു പേജിൽ എല്ലാ സബ് ഭാഗങ്ങളെയും ചേർത്തിട്ടുള്ള അതിൻ്റെ കണ്ടന്റുകൾ, ഹെഡിങ്ങുകൾ ചേർത്തിട്ടുള്ള ടേബിൾ ഓഫ് കണ്ടന്റ്സ് വേണം. ലിസ്റ്റ് ഓഫ് ഇല്ലുസ്ട്രേഷൻസ്, ഇതിൽ ഏതൊക്കെ ചിത്രങ്ങൾ ചേർത്തിട്ടുണ്ട് എന്നതിൻ്റെ ലിസ്റ്റുകൾ വേണം. അതോടൊപ്പം അബ്സ്ട്രാക്ട് എക്സിക്യൂട്ടീവ് സമ്മറി, അവസാനം ഒരു എക്സിക്യൂട്ടീവ് സമ്മറി എന്ന രൂപത്തിൽ ഒരു അബ്സ്ട്രാക്ട്, അതിൻ്റെ ഒരു അബ്സ്ട്രാക്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ് എന്താണ് അബ്സ്ട്രാക്ട് എന്നൊക്കെ. ആ രൂപത്തിലൊരു അതിൻ്റെ ഒരു രത്ന ചുരുക്കം പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിക്കുന്ന ഒരു അബ്സ്ട്രാക്ട് എക്സിക്യൂട്ടീവ് സമ്മറി ആദ്യം ചേർത്ത് വെക്കണം. സാധാരണ 300 വേർഡ്സിൽ കുറഞ്ഞ രീതിയിലാണ് അബ്സ്ട്രാക്ട് സമ്മറി ഉണ്ടാകാറുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ ബോഡിയാണ്. അതിൽ ഇൻട്രഡക്ഷനും ഡിസ്കഷനും കൺക്ലൂഷനും റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയ ആളുകളുടെ നിർദ്ദേശങ്ങൾ അതിൽ ചേർക്കാൻ പറ്റും. അതിനുശേഷം ബാക്ക് മാറ്ററാണ്. അതിൽ അപ്പൻഡിക്സസ്, ലിസ്റ്റ് ഓഫ് റെഫറൻസസ്, ബിബ്ലിയോഗ്രഫി, ഗ്ലോസറി, ഇൻഡെക്സ് തുടങ്ങിയ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ബാക്ക് മാറ്ററായിട്ട് അതിൽ അപ്പൻഡിക്സ് എന്ന നിലക്ക് അതിൻ്റെ അനുബന്ധമായി എന്തൊക്കെ ചേർക്കണമോ അത് വേണം. റെഫറൻസ് ചെയ്ത ഇതിനെക്കുറിച്ചുള്ള ലിസ്റ്റ്, റെഫറൻസ് ചെയ്ത സോഴ്സുകളെ കുറിച്ച്, അതോടൊപ്പം ബിബ്ലിയോഗ്രഫി എന്ന നിലക്ക് അവയുടെ കൃത്യമായ ഡീറ്റെയിൽസ്, ഏതൊക്കെ പുസ്തകങ്ങൾ, ഏതാണ് പബ്ലിക്കേഷൻ, പിന്നെ അതിൻ്റെ ഗ്ലോസറി, അതിലുള്ള പ്രധാനപ്പെട്ട ടേംസുകളൊക്കെ ഉൾക്കൊള്ളുന്ന, പിന്നെ അതിൽ ഉൾക്കൊള്ളിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉൾക്കൊള്ളുന്ന ഇൻഡെക്സ്, ഇതൊക്കെ ബാക്ക് മാറ്റർ എന്ന നിലക്കും ഉൾക്കൊള്ളിക്കണം. ഇതാണ് ഒരു റിപ്പോർട്ടിൻ്റെ വശങ്ങൾ എന്ന് പറയുന്നത്. ഇതോടെ ഈ പാഠം വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.